ഇറാൻ ചൈന ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ആരും അജയ്. പക്ഷേ അപ്പോഴും നേരത്തെ ഉണ്ടായ ചില ആക്ഷേപങ്ങൾ, ദുരൂഹതകൾ ചൈന പരസ്യമായി സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് തെളിവുകൾ അമേരിക്ക കിട്ടുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. രഞ്ജിത്ത്, ഇപ്പോൾ ഈ MV ടൗസ്ക എന്ന് പറയുന്ന ഇറാന്റെ 900 അടി നീളമുള്ള ഈ ചരക്ക് കപ്പൽ ഇപ്പോഴും ഒരു ദുരൂഹതയായി തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ മറ്റു കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ചരക്ക് കപ്പൽ എവിടേക്ക് പോവുകയായിരുന്നു, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്, ഈ ക്യാബിനകത്ത് നിന്ന് മറ്റ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നില്ല. ഇറാനും തങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള പ്രതികരണം ഈ MV ടൗസ്കയെ പറ്റി നടത്തിയിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു പുകമറ ഈ കപ്പലിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ ഈ കപ്പൽ എവിടെയാണ്, അതിന് എന്ത് സംബന്ധിച്ചു എന്ന് പോലും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില സിദ്ധാന്തങ്ങൾ, തിയറികൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നിക്കി ഹേലിയാണ് ഇപ്പോൾ ഈ ചൈനീസ് വാദം എടുത്ത് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇത് വലിയ തരത്തിലുള്ള ചർച്ച കൂടിയായിരിക്കുകയാണ്. അതായത് ഈ ഒരു കപ്പൽ, അത് കപ്പലിലൂടെ വന്നിരിക്കുന്നത് ഈ മിസൈൽ ഉണ്ടാക്കാനുള്ള വെടിമരുന്നുകളും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും ഒക്കെയാണ് ഈ വന്നിരുന്നത്. ഇതിലൂടെ ചൈന ഇറാനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ്. ഈ ചൈനയും ഇറാനും തമ്മിൽ ഈ യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ട് എന്നതിന് ഇതിനേക്കാൾ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്നെല്ലാമാണ് നിക്കി ഹേലി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ എക്സ് വഴി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കപ്പലിന് ചൈനീസ് ബന്ധമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഈ കപ്പൽ എടുത്ത സെൻട്രൽ കമാൻഡോ അല്ലെങ്കിൽ US പ്രസിഡന്റായിട്ടുള്ള ട്രംപോ നിലവിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. ഈ കപ്പലിന് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായ സൂചന നൽകാനും ട്രംപ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ചൈനീസ് ആരോപണം കൂടി വന്ന സ്ഥിതിക്ക് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ ഈ US ആർമി പുറത്തുവിടും എന്നാണ് നിഗമനം. ശരി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ട് ഇടപെടുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇതൊരു അന്താരാഷ്ട്ര ജലപാതയാണ് ഈ കടലിടുക്ക് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇറാനോ അമേരിക്കയ്ക്കോ മാത്രം ഈ തരത്തിൽ നിയന്ത്രിക്കാവുന്ന ഒന്നായി ഇതിനെ കാണരുത് എന്നാണ് ഇപ്പോൾ ഷീ ജിൻപിങ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ഇടപെടലുകൾ ഇനി ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും.